ആകാശത്തിന്റെ നീല നിറത്തിനും സമുദ്രത്തിന്റെ നീല നിറത്തിനും ഒക്കെ കാരണം വിസരണമാണ്. ഏഴിൽ തന്നെയാണ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലല്ലേ ഇവിടെ വേമ്പനാട്ട് കായൽ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഒക്കെ പകരുന്ന രോഗങ്ങൾ വരുന്നതാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറയും അതേപോലെ തന്നെയാണ്. ഏറ്റവും താഴെ കെൽവിൻ സ്കെയിലിന്റെ വാല്യൂ ആണ് 0 കെൽവിൻ. ആബ്സല്യൂട്ട് 0 എന്ന് വിളിക്കുന്ന വാല്യൂ ആണ് 0 കെൽവിൻ. 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ -273. പ്രകാശം തട്ടിച്ചിതറുന്നതിനാണ് വിസരണം എന്ന് പറയുന്നത്. തട്ടിച്ചിതറുന്നത് മൂലമാണ് ആകാശം നീല നിറത്തിൽ കാണുന്നത്. ഊർജത്തിന്റെ യൂണിറ്റും ജൂളാണ്. ഊർജത്തിന്റെ മറ്റൊരു യൂണിറ്റ് കലോറിയാണ്. കലോറി. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യമായ നിയമപരിരക്ഷയുമാണ്. മൗലിക കടമകൾക്കായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറഞ്ഞേ, അത് സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. അപ്പൊ മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A ആണ്. അത് പറയുന്ന ഭാഗം ചോദിച്ചാൽ 4A ആണ്. വന്ദേ മാതരത്തിനെയാണ് നമ്മള് ദേശീയ ഗീതം എന്ന് പറയുന്നത്. രചിച്ചതാരാണ്? അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്നുള്ളതിന്റെ ഓപ്ഷനിൽ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബാരാലാച്ച ചുരം. സിക്കിമിൽ നിന്ന് ടിബറ്റിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചുരമാണ് നാഥുല. കേബിൾ ലംജാവിന്റെ പ്രത്യേകത എന്താ? കേബിൾ ലംജാവ് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ്, ഒഴുകുന്ന ദേശീയോദ്യാനമാണല്ലേ. ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് അല്ലെ. ഇതിലെന്താണ് നമ്മുടെ ഒരു 4 റീസൺസ് ലീഡേഴ്സിനെ തന്നിട്ടുണ്ട്. അവരുമായിട്ട് അവർ സ്ഥാപിച്ച കുറച്ച് പ്രസ്ഥാനവും കൂടെ തന്നിട്ടുണ്ട്. മന്നത്ത് പത്മനാഭനെ പറ്റിയിട്ടൊന്ന് നോക്കിയാലോ. അദ്ദേഹം ജനിച്ചു എന്നാണ് 1878 അദ്ദേഹം ജനിച്ചു. 1970 അദ്ദേഹം അന്തരിച്ചു. നോക്കിക്കേ, സവർണ ജാഥ അല്ലെ, വൈക്കം സത്യാഗ്രഹത്തുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ജാഥയാണ്. നമ്മുടെ മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത് അല്ലെ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് നമ്മുടെ ഗാന്ധിജി അല്ലെ വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്, ശ്രീനാരായണ ഗുരു. അതുപോലെ അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതെന്നാണ് 1888 കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നമ്മുടെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളൊന്ന് നോക്കിക്കേ. സർവവിദ്യാധിരാജ, കാഷായം ധരിക്കാത്ത സന്യാസി, ഷൺമുഖദാസൻ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ.